ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളൊരു ദിവസം ചുമ്മാ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഒന്ന് വയനാട് വരെ ഒന്ന് പോയി വന്നാലോ എന്നുള്ളൊരു തോന്നൽ. വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി സ്റ്റേ ചെയ്യാനോ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് താമരശ്ശേരി ചുരം കയറി ഇറങ്ങുക, അവിടെ പോയിന്റിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക, ഒന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് വരാം, അതേ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ വരുന്നതായിരിക്കും ഞങ്ങളൊരു കരിക്കൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ ചുരം കയറുന്ന സമയത്ത് ഫസ്റ്റുള്ള വ്യൂ പോയിൻറ്റിന് അവിടെ ചെറിയൊരു കട ഉണ്ടല്ലോ. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ ആ വ്യൂ പോയിൻറ്റിൽ അവിടെ നിന്നിട്ട് കഴിക്കൽ കാടമുട്ടയും അതുപോലെ തന്നെ ചായ ഹോർലിക്സോ എന്താ വാങ്ങി ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഒരുപാട് സമയം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് 4 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുരം ശരിക്കും അവിടെ കയറി എത്തുമ്പോഴത്തേക്കാണ് നല്ല നൈറ്റ് ആവുന്നുണ്ട്. എന്നാലും ആ ഒരു എന്താ പറയുക, അവിടുത്തെ ക്ലൈമറ്റും ഭയങ്കര ഒരു റിലാക്സിങ് ഫീലൊക്കെ ആണല്ലോ. അപ്പം കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നേരം വൈകിട്ടുണ്ടെങ്കിലും ഫുള്ള് കയറിയിട്ട് തന്നെ ഇറങ്ങുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ പ്ലാനുകളൊക്കെ എടുത്ത് തീരുമാനങ്ങളൊക്കെ എടുത്ത് അതുപോലെ ഷെഡ്യൂൾ ചെയ്ത് പോകുന്ന ട്രിപ്പിനേക്കാളും കൂടുതൽ രസം നമ്മൾ ഇതുപോലെ വളരെ ചെറിയ സ്ഥലങ്ങളിലേക്കാണെങ്കിൽ കൂടെ ഇതുപോലെയുള്ള നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ ട്രിപ്പുകളേക്കും എന്താ പറയുക കൂടുതൽ രസം. എനിക്കങ്ങനെ അവിടെ തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ കൂടുതൽ മെമ്മറീസ് മൊമെൻറ്റ്സ് കുറേ കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ചെറിഷ് ചെയ്യുന്ന മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പുകളിൽ എന്ത് സംഭവമാണെങ്കിലും നമുക്ക് അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. എനിക്കങ്ങനെയായിട്ട് ഉണ്ടാവാറുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്യാതെ പോകുന്ന പല ട്രിപ്പുകളോ പല സംഭവങ്ങളായിരിക്കും നമുക്ക് കൂടുതലായിട്ടും സംസാരത്തിലാണെങ്കിൽ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മൾ ആ മൊമെൻറ്റ്സൊക്കെ ആയിരിക്കും കൂടുതലും പറഞ്ഞിങ്ങനെ ഹാപ്പി ആവാം, എന്താ പറയുക, നമ്മൾ കൂടുതൽ സംസാരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സ്വീറ്റാണ് സംഭവം. അങ്ങനെ വലിയ വർത്താനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്താ പറയുക, ഞങ്ങൾ വയനാട് എത്തി കേട്ടോ. വയനാട് മറ്റേ ആ ബോർഡുണ്ടല്ലോ, വെൽക്കം ടു വയനാട്, ഞങ്ങളത് ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്ത് കുറച്ചധികം ഞങ്ങൾ മുമ്പോട്ട് ഇങ്ങനെ പോയി കേട്ടോ. ആ സമയത്താണ് പിന്നെ ചെറിയൊരു ചാഞ്ചാട്ടം മനസ്സിന്, ഇവിടെ സ്റ്റേ ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ കുറച്ച് റൂമുകൾ കാര്യങ്ങളൊക്കെ വെറുതെ ഒരാവശ്യമില്ലാതെ ഞങ്ങൾ കുറേ തപ്പി. എന്താ പറയുക, നിൽക്കാൻ പെട്ടെന്ന് ആഗ്രഹം ഉണ്ടായി കൂടെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള, കാരണം എന്തായാലും നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് 100% ഞങ്ങൾ ഷുവർ ചെയ്യും. എന്നാലും ഇൻ കേസ് നമ്മൾ ആ നിൽക്കുന്ന ചുറ്റുവട്ടത്ത് കുഴപ്പമില്ലാത്ത എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ ശരിക്കും സ്റ്റേ ചെയ്യണം. അങ്ങനെ അത് റെഡി ആവാതായപ്പം എന്താ പറയുക, ഞങ്ങൾ തിരിച്ച് ചുരം ഇറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. എന്താ പറയുക, ആ സമയത്ത് ഈ ഫോണിൽ എനിക്കറിയില്ല എങ്ങനെ ക്ലിയർ ഇല്ല, ഫോണിൽ ക്ലിയർ ഇല്ല. ഭയങ്കര രസമാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ. അതായത് അവിടെ നിന്ന് വരുമ്പോഴുള്ള 9ാമത്തെ വളവിൻ്റെ അവിടുത്തെ ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. എല്ലാ വണ്ടികളും ഇങ്ങനെ ബെൻഡിൽ കൂടെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ എന്താ പറയുക, അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ചിപ്പം ചുരം ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുരം ഇറങ്ങുമ്പോൾ എന്താ പറയുക, ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വളവുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം ചായയും അതുപോലെ തന്നെ ഈ സംഭവത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഞങ്ങൾ എന്താ പിടിച്ച് വലിക്കുക എന്നുള്ളത്. അതുപോലെ പഴംപൊരി അതുപോലെ കാടമുട്ട അങ്ങനത്തൊക്കെ വാങ്ങി വീണ്ടും ചുരം ബാക്കിയും കൂടി ഇറങ്ങാനുള്ള എനർജിയൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ.
അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി അങ്ങനെ എന്താ പറയുക നമ്മൾ കോഴിക്കോട് ടൗണിലെത്തിയിട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ തിരിച്ചു. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, എല്ലാ ഷോപ്പും അടച്ചു. ഇത് മോമോ വാങ്ങ് നമ്മൾ പുതിയ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. എന്താ പറയുക, ഞാൻ അതുവരെ കഴിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മോമോസ് കിട്ടുന്നൊരു സ്പോട്ടാണ് കേട്ടോ. ഞാൻ വേറെ പല സ്ഥലത്തും കഴിച്ചെങ്കിൽ ഇത്ര അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, കുറച്ച് വലിപ്പമുള്ള മോമോസാണ്. അതുപോലെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും അടിപൊളിയാണ്. എൻ്റെ ഫേവറേറ്റ് ഓൾവേസ് ക്ലാസിക് സ്റ്റീംഡ് ചിക്കൻ മോമോസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ഓർഡർ ചെയ്തു. എന്താ പറയുക, എൻ്റെ അതിങ്ങനെ കഴിക്കുകയാണ്. അതിനുശേഷം പിന്നെ എന്താ പറയുക, സ്പൈസി മോമോ പറഞ്ഞിട്ട് അല്ല മയോ, സ്പൈസി മയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലേവറും കൂടി ആക്കി. അത് ഫ്രൈഡ് മോമോസാണ്. പൊതുവേ എനിക്ക് ഫ്രൈഡ് മോമോസ് ഒട്ടും താല്പര്യമില്ല, സ്റ്റീംഡിൻ്റെ ഫാനാട്ടോ ഞാനുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് ടയേർഡായിട്ടുണ്ടെങ്കിൽ കൂടെ ഞങ്ങൾ ഈ ട്രിപ്പ് നല്ലോണം എൻജോയ് ചെയ്തിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.